രാമേന്ദ്രൻ സാറേ, ഒരു കൗതുക വർത്തമാനം കേട്ടു. ഇപ്പോൾ ഇന്നലെ ഇറാൻ്റെ മിസൈലുകൾ ഇസ്രായേലിൽ ചെന്ന് പതിക്കുന്നതിന് തൊട്ട് മുമ്പ് നടന്നൊരു സംഭവം തെക്കൻ ലെബനോണിൽ നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണമാണ്. ഒരുപാട് അതിൻ്റെ ചരിത്രപരമായ കാരണങ്ങളുണ്ട്. കരയുദ്ധമാണ്. ആ കരയുദ്ധം അവിടെ നടക്കുമ്പോൾ കേട്ടൊരു കരവാർത്ത ഇങ്ങനെയാണ്: തെക്കൻ ലെബനോണിൽ ഈ സമയത്ത് ഇസ്രായേൽ സേന എരച്ച് കയറിയിട്ട് തെക്കൻ ലെബനോണിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ മുഴുവനും ഇടിച്ച് നിരപ്പാക്കുന്ന സമയത്ത് ആ നാട്ടിൽ കുറേയേറെ ഇന്ത്യൻ സൈന്യം ഉണ്ടായിരുന്നു. വലിയ കൗതുകമുള്ള കാര്യമാണ്. ഒരു പക്ഷേ നമ്മുടെ വാർത്താമാധ്യമങ്ങളൊന്നും കണ്ടിട്ടില്ലാത്ത, അത്രയേറെ വന്നിട്ടില്ലാത്തൊരു കാര്യമാണ്. എങ്ങനെയാണ്, അവർക്ക് എന്താണ് അവിടെ കാര്യം? എങ്ങനെയാണ് ഇന്ത്യൻ സേന തെക്കൻ ലെബനോണിൽ ഈ സമയത്ത് എത്താനിടയായത്? ഇന്ത്യൻ പട്ടാളത്തിൻ്റെ ഒരു ബറ്റാലിയൻ 900 പേര് തെക്കൻ ലെബനനിൽ ഉണ്ട്. അപ്പോൾ തെക്കൻ ലെബനനിൽ നിന്ന് ഇന്ത്യൻ പട്ടാളം, ആ സേന ഈ സമയത്ത് തിരിച്ചു വരുമോ എന്നുള്ളതാണല്ലോ നമ്മുടെയൊക്കെ മനസ്സിൽ. ഈ സാധാരണ മനുഷ്യരെ തിരിച്ചു വരണം, വീട്ടിൽ വരണം എന്നൊക്കെ പറഞ്ഞ് അഡ്വൈസറിയൊക്കെ കൊടുക്കും സർക്കാർ. യുദ്ധം തുടങ്ങിയ സ്ഥിതിക്ക് പ്രത്യേകിച്ചും അവർക്ക് നാട്ടിൽ വരാമല്ലോ എന്നൊക്കെ വിചാരിക്കും, അവിടെ കുഴപ്പമായിരിക്കുമല്ലോ എന്നൊക്കെ ഉള്ളത്. പക്ഷേ ഈ 900 പേര് അവിടെ നിന്ന് മടങ്ങുന്നില്ല. കാരണം അവരെ ഒരു ദൗത്യം ഏൽപ്പിച്ചിരിക്കുകയാണ്. അത് ഐക്യരാഷ്ട്രസഭയാണ്. ഐക്യരാഷ്ട്രസഭയുടെ ഇടക്കാല സേനയിലെ അംഗങ്ങളാണ് ഇവർ. ഇന്ത്യൻ ബറ്റാലിയൻ ആണെങ്കിലും അതിന് യൂണിഫിൽ എന്ന് പറയും. അതായത് UN ഇൻ്ററിം ഫോഴ്സ് എന്നാണ്, യൂണിഫിൽ എന്നാണ് ഷോർട്ട് ഫോം. അതിലെ അംഗങ്ങളാണ് ഇവർ. ഇത് എന്തിനാന്ന് വെച്ചാൽ ഇസ്രയേലും ലെബനനും തമ്മിൽ ഈ ഉണ്ടായ മുമ്പ് ഉണ്ടായ യുദ്ധകാലത്ത് സമാധാനം സ്ഥാപിക്കുക, അത് ലക്ഷ്യമാക്കി. അതെ, സമാധാനം സ്ഥാപിക്കുക, ലെബനൻ ഭരണകൂടത്തിന് വേണ്ട രീതിയിൽ സഹായിക്കുക, അവരെ ഇസ്രയേലിനെ പിന്നോട്ട്. അതിന് പ്രമേയമൊക്കെ പാസ്സാക്കിയിട്ടുണ്ട് UN. ആ പ്രമേയം അനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ നടപ്പാക്കുക, UN ലെബനൻ ഭരണകൂടത്തിനെ സഹായിക്കുക. ഇതാണ് ഈ സേനയുടെ ദൗത്യം. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നമ്മുടെ 900 പട്ടാളക്കാർ തെക്കൻ ലെബനനിൽ ഈ സംഘർഷകാലത്തുണ്ട് എന്ന് പറഞ്ഞാൽ UN അങ്ങനെ സേനയെ ആവശ്യപ്പെടുമ്പോൾ ഓരോ രാജ്യങ്ങളും അവരുടെ കോമ്പണന്റ് അയച്ചു കൊടുക്കും അല്ലേ? അപ്പോൾ അതിൽ പല രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ ഈ സേനയിലുണ്ട്. അതിൽ ഇന്ത്യയിൽ നിന്ന് 900 പേരുണ്ട്. അതെ. അപ്പോൾ ഇത് ഇസ്രയേലിൻ്റെ ഡിഫൻസ് ഫോഴ്സ്, ഇസ്രയേൽ പട്ടാളം ഈ യൂണിഫിൽ എന്ന് പറഞ്ഞാൽ ഇന്ത്യക്കാർ കൂടിയുള്ള സേനയെ അറിയിച്ചിരുന്നു, ഞങ്ങൾ പരിമിതമായ കരയുദ്ധം നടത്താൻ പോവുകയാണ്, നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, ഇങ്ങനെ ചെയ്യാൻ പോവുകയാണ് എന്നുള്ള കാര്യം അറിയിച്ചിരുന്നു. അതിർത്തി ഗ്രാമങ്ങളിലുള്ള ഈ ഹിസ്ബുല്ല കേന്ദ്രങ്ങൾ നശിപ്പിക്കുകയാണ്. എന്നിട്ട് വടക്ക്, അതായത് ഇസ്രയേലിൻ്റെ വടക്ക് ഭാഗത്തുള്ള ഗ്രാമങ്ങളിൽ നിന്ന് 60,000 പേര് പലായനം ചെയ്തിട്ടുണ്ട് ഇസ്രയേലികളെ. അവരെ തിരിച്ചു കൊണ്ടുവരിക, ഇതാണ് ഇസ്രയേലിൻ്റെ ഉദ്ദേശം. അപ്പോൾ ഹിസ്ബുല്ലയെ വടക്കോട്ട് പായിക്കുക, അതാണ് ഇപ്പോൾ നിൽക്കുന്നിടത്തുനിന്ന് തെക്കൻ ലെബനനിൽ അവർ നിൽക്കുന്നിടത്തുനിന്ന് വടക്കോട്ടേക്ക് അവർ പായിക്കുക, അതാണ് കരയുദ്ധത്തിൻ്റെ ലക്ഷ്യം. UN പ്രമേയം 1701 അനുസരിച്ചിട്ട് ലെബനൻ പട്ടാളവും ഈ UN സമാധാന സേനയും മാത്രമേ ലിറ്റനി എന്ന് പറഞ്ഞ പുഴയുണ്ട് അവിടെ, ഈ ലിറ്റനി പുഴയുടെ തെക്ക് ലെബനൻ പട്ടാളവും UN ഇടക്കാല സേനയും മാത്രമേ നിൽക്കാവൂ. അതാണ് പ്രമേയം 1701 UN പ്രമേയം. അപ്പോൾ ഹിസ്ബുല്ലയ്ക്ക് അവിടെ സ്ഥാനമില്ല എന്നർത്ഥം. അപ്പോൾ UN പ്രമേയം അനുസരിച്ചിട്ടും ഈ ഇപ്പം നിൽക്കുന്ന ഭാഗത്ത് ഹിസ്ബുല്ല നിൽക്കാൻ പാടില്ല. അപ്പോൾ ഈ കരയുദ്ധം സത്യത്തിൽ UN പ്രമേയത്തിന് വിരുദ്ധമല്ല. UN പ്രമേയം അനുസരിച്ച് തന്നെയാണ് ഇവരെ ഹിസ്ബുല്ല അവിടെ നിൽക്കാൻ പാടില്ല. അതെ, അങ്ങനെ ആകുമ്പോൾ ഒരു ചോദ്യം കൂടി വരില്ലേ സാർ? ഇത്രയും കാലമായിട്ട് UN സേന അവിടെ ഉണ്ട്. UN സേനയുടെ
ദൗത്യം നടപ്പാക്കാനാണെങ്കിൽ ഹിസ്ബുള്ള അവിടെ നേരത്തെ നിലയുറപ്പിക്കാൻ പാടില്ല. അവരെ അവിടെ നിന്ന് ഓടിക്കേണ്ടത് ഇവരുടെ തന്നെ പണിയായിരുന്നു. അതെ, അതവർ ചെയ്തിട്ടില്ല. അതവർ ചെയ്തിട്ടില്ല. പക്ഷേ ലെബനീസ് ഗവൺമെന്റിന്റെ യുദ്ധ ദൗത്യമാണ്. അതിൽ സഹായിക്കുക എന്നുള്ളതാണല്ലോ ഈ സമാധാന സേനയുടെ ഉദ്ദേശം. സമാധാന സേനയുടെ ഉദ്ദേശം സമാധാന സേന എന്നുള്ളതുകൊണ്ട് യുദ്ധം നടത്തലല്ലോ. അല്ല. അപ്പോൾ യുദ്ധം നടത്തേണ്ടത് ഈ ലെബനൻ ഭരണകൂടവും ലെബനൻസ് പട്ടാളവും ഒക്കെ തന്നെയാണ് ഈ ഹിസ്ബുള്ളയെ പായിക്കേണ്ടത്. പക്ഷെ നിർഭാഗ്യവശാൽ ലെബനീസ് ഭരണകൂടത്തിന്റെ ഒത്താശ ഉണ്ടാവും ഹിസ്ബുള്ളയ്ക്ക് ഉണ്ടായതുകൊണ്ട് ഹിസ്ബുള്ളയെ തൊടണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഇസ്രായേൽ സേന വരുമ്പോൾ നേരിട്ടാൽ മതി എന്ന് പറഞ്ഞു. അതാണ് അതിന്റെ സംഭവം. ഭരണകൂടം ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഹിസ്ബുള്ളയ്ക്ക് ആ ഭാഗത്ത് സാധനമില്ലാത്തതുകൊണ്ട് വടക്കോട്ട് ഇസ്രായേൽ പാലിക്കുന്നത് UN പ്രമേയം 1701 അനുസരിച്ച് പ്രമേയത്തിന്റെ നമ്പറാണ്, റെസൊല്യൂഷന്റെ നമ്പർ. വേറെ ചില നമ്പറും വരും. ഇത് 10,500 പേര് ആകെ ഈ UN സേനയിലുണ്ട്. യൂണിഫിലില് 50 രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ് അവര്. അതിൽ 17% ആളുകളും പ്രവർത്തിക്കുന്നത് ലെബനൻ പട്ടാളത്തിൻ്റെ കൂടെയാണ്. ഈ സേനയിൽ 5 കപ്പലുകളുള്ള ഒരു നാവികപ്പട ഇവരെ സഹായിക്കാനായിട്ടുണ്ട്. 1978 UN പ്രമേയം 425, 426 അവ അനുസരിച്ചിട്ടാണ് ഈ സേന, ഇടക്കാല സേന യൂണിഫിൽ ഉണ്ടാക്കിയത്. തെക്കൻ ലെബനനിൽ നിന്ന് ഇസ്രായേൽ പട്ടാളം മടങ്ങുന്നതിന് മേൽനോട്ടം വഹിക്കുക എന്നുള്ളതാണ് സമാധാന സേനയുടെ ദൗത്യം. അപ്പോൾ സമാധാനവും സുരക്ഷയും അത് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് അവരുടെ ദൗത്യം, യുദ്ധമല്ല. ലെബനൻ സർക്കാരിനെ ആ ഭരണകൂടത്തിൻ്റെ അധികാരം പുനഃസ്ഥാപിക്കാനായിട്ട് സഹായിക്കുക സർക്കാരിനെ. അതാണ് ഈ സേനയുടെ ദൗത്യം. 2006 ഇസ്രയേലും ഹിസ്ബുള്ളയും തമ്മിൽ ഇതുപോലെ യുദ്ധമുണ്ടായി. അപ്പോൾ അതനുസരിച്ചിട്ടാണ് UN പ്രമേയം 1701 വന്നത്. വെടിനിർത്തലിന് മേൽനോട്ടം വഹിക്കാനായിട്ടൊരു സേനയെ അയക്കുക എന്നുള്ളത്. ലെബനൻ പട്ടാളത്തെ തെക്ക് ഈ വിന്യസിക്കാൻ, തെക്ക് ഭാഗത്ത് ലെബനൻ പട്ടാളം പോകാനും അതിനെ അവിടെ അതിർത്തിയിൽ വിന്യസിക്കാനും സഹായിക്കുക എന്നുള്ളത് ഈ സേനയുടെ ഒരു ലക്ഷ്യമാണ്. അവിടെ ബ്ലൂ ലൈൻ ഉൾപ്പെടെയുള്ള ഭാഗത്ത് എന്ന് പ്രമേയത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ ബ്ലൂ ലൈൻ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ള ചോദ്യമുണ്ട്. ബ്ലൂ ലൈൻ എന്ന് പറഞ്ഞാൽ വിത്ത്ഡ്രോവൽ ലൈൻ എന്നാണ്. ഇസ്രയേൽ ആ ലൈൻ്റെ മുമ്പോട്ട് കയറാൻ പാടില്ല, അവിടെ നിന്ന് വിത്ത്ഡ്രോ ചെയ്ത് പോകണം. അതിനൊരു ലൈൻ ഡിമാർക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അപ്പുറത്തേക്ക് ഇസ്രയേൽ കിടക്കരുത്. അതിർത്തിയിൽ തെക്കൻ ലെബനൻ. അപ്പോൾ ലെബനനെ ഇസ്രയേൽ ഗോലാൻ കുന്ന് എന്നിവയിൽ നിന്ന് വേർതിരിക്കുന്ന ലൈനാണ് ഈ ബ്ലൂ ലൈൻ. ഇസ്രയേൽ ലെബനനെ ഇസ്രയേലിൽ നിന്നും ഗോലാൻ കുന്നിൽ നിന്നും വേർതിരിക്കുന്ന ലൈനാണ് ബ്ലൂ ലൈൻ. അപ്പോൾ 2000 ജൂൺ 7 ഈ ലൈൻ റെഡിയാക്കിയത്. വരച്ചു എന്നല്ല, അതൊരു സങ്കല്പ ലൈനാണ്. നമ്മൾ മക്മോഹൻ ലൈൻ എന്നൊക്കെ പറയുന്നത് പറയുന്ന പോലെ ഒരു ലൈൻ. അപ്പോൾ ഇസ്രയേൽ ലെബനനിൽ നിന്ന് പൂർണ്ണമായി നീങ്ങണം എന്നൊക്കെയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. പക്ഷേ ഇതിങ്ങനെയൊന്നുമല്ല കലാശിക്കാൻ പോകുന്നതെന്ന് നമുക്കറിയാം. പക്ഷേ ഇത് ഇസ്രയേൽ, ലെബനൻ, ഹിസ്ബുല്ല എന്നിവർക്കിടയിൽ ഈ ബ്ലൂ ലൈൻ അതൊരു തർക്ക വിഷയമാണ്. ഇത് പാലിക്കണോ വേണ്ടയോ, ഇത് ശരിക്കും എവിടെ വെച്ചാണ് തുടങ്ങുന്നത്, എവിടെയാണ് അവസാനിക്കുന്നത്, ഇതിൽ കൂടിയാണ് കടന്നു പോകുന്നത് എന്നൊക്കെ ഉള്ള കാര്യത്തിൽ അത് ഈ യുദ്ധകാലത്ത് ഒരിക്കൽ ഗോലാൻ കുന്ന് ഈജിപ്റ്റ് പിടിച്ചെടുത്തിട്ട് പിന്നെ ഇസ്രായേൽ വിട്ടുകൊടുത്തു അങ്ങനെ. അതെ അതെ അതെ. അപ്പോൾ 1978 മാർച്ച് 9 UN രക്ഷാസമിതിയാണ് 425, 426 പ്രമേയങ്ങൾ പാസ്സാക്കിയത്. ഇസ്രയേൽ, ലെബനൻ വിടണം എന്നുദ്ദേശിച്ച് തന്നെയാണ്. അപ്പോൾ രക്ഷാസമിതിയും നാറ്റോയും UN ഇൻ്ററിം ഫോഴ്സ് യൂണിഫിൽ അവരാണ് ഉണ്ടാക്കിയത് നാറ്റോവിൻ്റെ സഹായത്തോടു കൂടി. എന്നിട്ട് തെക്കൻ ലെബനനിൽ പോയി. 2018 സെപ്റ്റംബറിൽ ഇസ്രയേൽ 11 കിലോമീറ്ററിൽ ഈ അതിർത്തിയിൽ ഈ മതിൽ കെട്ടി, കോൺക്രീറ്റ് മതിൽ. ആകെ
അതിർത്തി എന്ന് പറയുന്നത് 130 കിലോമീറ്ററാണ്. 11 കിലോമീറ്റർ കെട്ടിയിട്ടുണ്ട്. ഹിസ്ബുല്ല ഇസ്രയേലിലേക്ക് നുഴഞ്ഞു കയറിയിട്ട് കുറേ പേരെ ഈ മസ്തിഷ്ക പ്രക്ഷാളനം ചെയ്ത് കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മതിൽ കെട്ടുന്നത്. 2020 തീരേണ്ടതായിരുന്നു മതിൽ, പക്ഷേ ഇതുവരെ തീർന്നിട്ടില്ല. 450 മില്യൺ ആണ് മതിലിന് ചെലവ്. ലെബനോണാണ് കിട്ടുന്നത്. ആരാ കിട്ടുന്നത്? കെട്ടുന്നത് ഇസ്രയേൽ. 1978 മാർച്ച് 11 ഈ തർക്കം ഇസ്രയേൽ എന്തുകൊണ്ടന്ന് ലെബനൻ ആക്രമിച്ചു എന്നുള്ളതിൻ്റെ കാരണം പറയുകയാണ്. 1978 മാർച്ച് 11 PLO പലസ്തീൻ വിമോചന മുന്നണി ഓർഗനൈസേഷൻ അവരുടെ ഒരു സേന, അത് നയിച്ചതൊരു സ്ത്രീയാണ്, ദലാൽ മഗ്രബി. ദലാൽ മഗ്രബി അവർ നയിച്ച ഒരു PLO വിഭാഗം സേന ഒരു കൂട്ടക്കൊല നടത്തി. അവിടെ ഹൈവേയിൽ 37 ഇസ്രയേലുകളെ കൊന്നു. 13 കുട്ടികൾ അതിലുണ്ടായിരുന്നു. ഒരു ബസ് റാഞ്ചിട്ട് ആ ബസ്സിലുള്ളവരെയാണ് കൂട്ടക്കൊല നടത്തിയത്. അതിന് ഹൈവേ കൂട്ടക്കൊല, ഹൈവേ മസാക്കർ, കോസ്റ്റൽ ഹൈവേ മസാക്കർ എന്നാണ് ആ സംഭവം അറിയപ്പെടുന്നത്. അതിനുശേഷം തെക്കൻ ലെബനൻ ഇൻവേഡ് ചെയ്തു ഇസ്രയേൽ. അങ്ങനെയാണ് ഇസ്രയേൽ അവിടെ എത്തുന്നത്. തെക്കൻ ലെബനൻ അധിനിവേശം നടത്തി ഇസ്രയേൽ. ആ അധിനിവേശത്തിൻ്റെ പേര് ഓപ്പറേഷൻ ലിറ്റനി. അവിടെയുള്ള പുഴയുടെ പേരാണ് കേട്ടത്. ആ ഓപ്പറേഷൻ ലിറ്റനി അനുസരിച്ചിട്ടാണ് ഇസ്രയേൽ തെക്കൻ ലെബനനിൽ എത്തിയത്. എന്നിട്ടുള്ള കലഹങ്ങളുടെ തുടർച്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഹമാസ് ഒക്ടോബർ 7 ആക്രമിച്ച ശേഷം തെക്കൻ ലെബനനിൽ എത്തിയത് PLO ഒരു വനിത നയിച്ച സേന കൂട്ടക്കൊല നടത്തിയ ശേഷം അങ്ങനെയാണ് എത്തിയത്. അപ്പോൾ അങ്ങനെ ഇസ്രയേൽ ലെബനൻ അധിനിവേശം നടത്തി. അത് കഴിഞ്ഞ് ഇസ്രയേൽ പിൻവാങ്ങാനുള്ള മേൽനോട്ടത്തിനുള്ളതാണ് UN-ന്റെ ഈ യൂനിഫിൽ എന്ന് പറഞ്ഞ സേന. അതിൽ 900 പേരുടെ ഇന്ത്യൻ ബറ്റാലിയൻ. അത് 10,000-ലേറെ പേരുള്ള UN സേന. അതിൽ ഇന്ത്യയുടെ പങ്ക് 900. അറിയാൻ സ്വാഭാവികമായിട്ട് ഇന്ന് ആളുകൾക്ക് താല്പര്യമുള്ളൊരു കാര്യം, സമാധാന പാലനത്തിന് വേണ്ടി തെക്കൻ ലെബനോണിൽ നിലയുറപ്പിച്ച ഈ സേനയിൽ ഒരു സംശയമില്ലാതെ 10,000 പേരിൽ എങ്ങനെയായാലും കുറെ മലയാളികളും ഉണ്ടാവും. അതാണ് സംഘർഷത്തിന്റെ ദൃക്സാക്ഷികളാണ് അവര്. ശരിക്കും ഈ ഒരുപക്ഷെ അവിടെ എന്ത് സംഭവിച്ചാലും ഇതുവരെയുള്ള കാര്യങ്ങൾ നേരിട്ട് കാണുന്നവർ. വേറൊരു കാര്യം കൂടി ആളുകൾക്ക് അറിയാൻ താല്പര്യം ഉണ്ടാവും. ഈ UN സേന എന്ന് പറഞ്ഞ എല്ലാവരും ചേർന്നതാണല്ലോ. എത്ര രാജ്യങ്ങളുടെയാണ്? 50 രാജ്യങ്ങളുണ്ട്. അറിയാൻ മുമ്പ് കോങ്കോയിലും ഒക്കെ പോയിട്ടുണ്ടായിരുന്നു. ഇത് 45 കൊല്ലമായിട്ട് ഉണ്ട് താനും. 78 മുതലല്ലേ ആ കരാർ പ്രകാരം ഉണ്ടായതാണ്. ഒറ്റ ചോദ്യമേ അതിൽ അവശേഷിക്കുന്നുള്ളൂ. ആ സമാധാന പാലന സേനയിൽ ഇറാന്റെ പട്ടാളം ഉണ്ടോ? ആ ഇറാന്റെ പട്ടാളം അതിൽ എന്തായാലും ഇല്ല. അതൊരു ആശ്വാസകരമായ സംഗതിയാണ്. എന്ത് സംഭവിക്കുന്നറില്ല. ഇസ്രായേൽ അത്രയും ഉണ്ടാവില്ല. കാരണം രണ്ടും ഇസ്രായേൽ അല്ലാതെ തന്നെ സേന ഉണ്ടല്ലോ ഇതിന്റെ ഭാഗം അല്ലാതെ. എന്തായാലും മലയാളികൾ ഉൾപ്പെടെ തീർച്ചയായിട്ടും മലയാളികൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് 900 ഇന്ത്യൻ സേന ഈ സംഘർഷകാലത്തും സംഘർഷഭരിതമായ തെക്കൻ ലെബനോണിൽ രാപ്പകലില്ലാതെ സമാധാന പാലനത്തിന് വേണ്ടി നിലകൊള്ളുന്നുണ്ട് എന്നത് ഇന്ത്യക്കാർക്ക് ഒരേ സമയം ഈ പ്രത്യേക കാലാവസ്ഥയിൽ അഭിമാനം മാത്രമല്ല, ഒരു പക്ഷേ അത് ആശങ്കാജനകം കൂടിയാണ്. ആ വാർത്ത പ്രേക്ഷകരുമായിട്ട് പങ്കിട്ടുകൊണ്ട് നമുക്ക് ഈ ഒരു വളരെ കൗതുകം നിറഞ്ഞ ഈ എപ്പിസോഡ്, കൗതുകം നിറഞ്ഞ ഈ വാർത്ത നമുക്ക് പങ്കുവെക്കാം. നന്ദി സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.